കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വെച്ചു നൽകിയ പുതിയ വീടിന്റെ താക്കോൽ കൈമാറി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. 1000 സ്ക്വയർ ഫീറ്റിൽ 6 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. കല്ലടയിലെ മിഥുന്റെ വീട്ടിൽ നടന്ന സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മിഥുന്റെ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും തേവലക്കര സ്കൂളിൽ ജോലി നൽകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു. അതിന് ഈ ഗവൺമെന്റിന്റെ ഒരു നയമാണ് അല്ല ഒരു മന്ത്രിയുടെ നിലപാടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസത്തോടും വിദ്യാർത്ഥികളോടുള്ള ഒരു നയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞാൽ ഏറ്റവും അധികം അദ്ദേഹം ശ്രദ്ധിക്കുന്നത് പൊതുവിദ്യാഭ്യാസവും ആരോഗ്യരംഗവുമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ഞാൻ അന്ന് തറക്കിലിട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സോമപ്രസാദ് എല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ കഴിയുമെങ്കിൽ ഈ വീട്ടിലെ മിഥുൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും നമ്മുടെ ആ സ്കൂളിൽ ഒരു എന്തെങ്കിലും പരിഗണന കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കണം. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മിഥുന്റെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറി. അവിടെ ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന ഉത്സവ സമയത്ത് വലിയ കാളകെട്ടിൻ്റെ മുന്നിൽ അതിൻ്റെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് മിഥുൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവം ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്ട് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പല ശ്രമം നടന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരൊരു വിഷയത്തെ വളച്ചൊടിക്കാൻ ധാരാളം ശ്രമം നടന്നു. ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വളച്ചൊടിക്കലിലും അതിനെ പ്രത്യേകം ഏതൊരു സംഭവം വന്നാലും അതിനകത്തൊരു മാനുഷികമായ വശം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഗോപൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് ശ്രീ അജയകുമാർ R, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കൊല്ലം ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി R ഹിതേഷ്, അഡൾട്ട് റിസോഴ്സ് സ്കൗട്ട് ജില്ലാ കമ്മീഷണർ അലക്സ് P വർഗീസ്, സ്കൗട്ട് ജില്ലാ കമ്മീഷണർ അൻവർ മുഹമ്മദ്, സ്കൂളിലെ അധ്യാപകർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു.